ഡാറ്റുമോനെ, അച്ഛമ്മ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാം. എന്താ മാമ അങ്ങനെ ഒരു ചോദ്യം? അച്ഛമ്മ എങ്ങാനും മരിച്ചു കാണണമെന്ന് നിനക്ക് ഉള്ളിൽ എങ്ങാനും ചെറിയ ആഗ്രഹം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അച്ഛമോനെ എന്താടാ? അമ്മമ്മ മരിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? പറന്നറച്ച് ഉണ്ടാക്കി വെച്ചിക്കല്ലേ സ്വത്തുക്കള്. അങ്ങനെ നീ കൊച്ചാക്കണ്ട. കിലോ കണക്കിന് സ്വർണങ്ങളൊക്കെ ഉണ്ട്. കാവില് വിളക്ക് വെക്കാൻ പോയപ്പോഴേ കഴുത്തിൽ കാട്ടുവള്ളി കുരുങ്ങിട്ട് വീണു എന്ന് പറഞ്ഞത് വെറുതെ ഇല്ല. എത്ര ആട്ട് വെച്ചല്ലേ അച്ഛമ്മ? കള്ള മാല പൊട്ടിച്ചല്ലേ? ആ മാല പൊട്ടിച്ച കള്ളനെ അത് മുക്കാന്ന് പറഞ്ഞപ്പോ തിരിച്ചാന്നല്ലേ? അപ്പൊ മിന്നൽ മുരളിയുടെ ചാക്കിട്ട് വന്നിട്ട് മാല പൊട്ടിക്കാൻ നോക്കി നീയാണോടാ? എന്റെ അച്ഛമ്മ ഈ ചെമ്മീൻ ചോറിന്റെ പോലെ എടുക്കുമ്പോഴേ ഞാൻ പണ്ടേ വന്ന് വരച്ചു നോക്കിയിട്ടുണ്ട്. ഇത് നിന്റെ അച്ഛൻ്റെ അടുത്തൊന്നും പറയില്ലേട്ടാ. അവൻ ഇത് സ്വർണ്ണം വെച്ചിട്ട് എന്നെ പൊന്നു പോലെ നോക്കണേ. അവന്റെ അച്ഛൻ അതറിയുമ്പോ എന്റെ അച്ഛന്റെ അവസ്ഥയെ. ഈ കിലോ കണക്കിന് സ്വർണ്ണം ഉണ്ടെങ്കിലേ നിന്റെ അമ്മയുടെ റേഷനരി മുളക് ചാറും നിന്ന് ഞാൻ ഇവിടെ നിൽക്കോ? ഞാൻ വല്ല ഈ അമ്മമാരെ കണ്ടിട്ടില്ലേ, ഹെലികോപ്റ്റർ ഓടിക്കുന്നതും പാരാഗ്ലൈഡിങ് നടത്തുന്നതും അതേപോലെ വല്ല കുളു മണാലിലുണ്ടാവും. പമ്പം പോലെ നാഥ്. ഈ പ്രായത്തിൽ എന്നെ ഒരു ഇതാ ഫുൾ അപ്ഡേറ്റ് ആണല്ലോ. എൻ്റെ പൊന്നച്ചുമോനല്ലേ, അച്ഛമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് നീ ചെയ്യണം. ഇത് എന്ത് കാരണവശാലും ഇത് സ്വർണ്ണമല്ലാന്ന് നിന്റെ അച്ഛൻ അറിയരുത്. പിന്നെ അച്ഛമ്മ നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ കുഴിമാടത്തിൽ അച്ഛമ്മയുടെ ആഭരണങ്ങളെല്ലാം ഇട്ട് മൂടണമെന്ന് നിർബന്ധം പറഞ്ഞു, കണിച്ചായി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് എന്തിനാ ആൾക്കാർ കുഴിമാന്താണ് സ്വർണ്ണാന്ന് വെച്ചിട്ട് തോരപ്പം മാന്ത പോലെ വാന്തുവിനെ? അയ്യോ എൻ്റെ കുട്ടി, എനിക്കത് ഓർക്കാൻ വയ്യ. മരിക്കണേക്കാളും വലിയ വിഷമ മാനം കെട്ട ഒരു പ്രേതായിട്ട് അലഞ്ഞു തിരിഞ്ഞു വരാൻ എനിക്ക് വയ്യ. നിന്റെ അച്ചാച്ചൻ മരിക്കുമ്പോഴും എൻ്റെ നെറ്റിച്ചുട്ടി ആഭരണങ്ങളും എൻ്റെ അരഞ്ഞാണം വരിയിട്ടടാ ഞാൻ കരഞ്ഞേ. ആ യശസ് എനിക്ക് എപ്പോഴും ഉയർത്തിപ്പിടിക്കണം. എന്റെ പൊന്നച്ചമ്മ മരിക്കാണെങ്കിൽ പ്രേതൊന്നായിട്ട് എന്റെ അടുത്തേക്ക് വരില്ലട്ടാ. റൂമിക്കൊന്നു ബ്രഹ്മത്തിൽ ലയിച്ചാലും ഞാൻ നിന്റെ അച്ഛമ്മയല്ലടാ. എന്റെ അച്ഛമോനെ അച്ഛമ്മ എന്തെങ്കിലും ചെയ്യോ? അതിന് പ്രേതായിട്ടാ വരണേ. ഈ പ്രേതാവുമ്പളേ യശസ്സുള്ള മുഖമൊന്നും ആയിരിക്കില്ല, രക്തരക്ഷത്തിന്റെ മുഖമായിരിക്കും. അറ്റിമ കൊണ്ട് അടുത്തേക്ക് വന്നാലേ എനിക്ക് അറ്റാക്ക് വരും. എന്നിട്ട് ഞാൻ അമ്മയോടൊപ്പം വരാനാ. അപ്പൊ അത്തേക്ക് വരണേട്ടാ. സ്നേഹിച്ചില്ലെങ്കിൽ ദ്രോഹിക്കില്ലട്ടാ. ആ ഇനി പ്രേതമായിട്ട് വരണം നിർബന്ധമാണെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എക്സാം എഴുതുമ്പോൾ അപ്പുറത്തന്നെ നോക്കി പറഞ്ഞു തരണം. പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു തരണം. കടക്കാരെ ആ വഴി കൂടെ വരണമെങ്കിൽ ഈ വഴി കൂടെ ഓടാൻ പറയണം. ഫ്യൂച്ചറിൽ ഭാര്യയോ കാമുകയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഞാൻ അറിയേണ്ട വല്ല അവഗീതം ഉണ്ടെങ്കിൽ എൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു തരണമെന്ന്. ഇനി കാക്കയായിട്ടാണ് പുനർജനിക്കണമെങ്കിൽ നല്ല ഉള്ളോടത്തെ വീട്ടിൽ പോയിട്ട് നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊത്തിയെടുത്തിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. അല്ലാണ്ട് ഈ അഴയിലും തൂറിയിട്ട് വെറുതെ കൂട്ടിലും മുട്ടയിട്ട് നടന്നാണ്ടല്ലോ കേബിൾട്ടുകൊണ്ട് ഞാൻ അടിച്ചു വീഴ്ത്തു. ഞാൻ കാക്കയായിട്ട് വല്ലവന്റെ വീട്ടിൽ മുതൽ കാക്കാൻ പോകുമ്പോ പൂച്ച പിടിക്കാനാ, എന്നിട്ട് ഞാൻ വീണ്ടും ചാവാനാ. ആ മരിച്ചവരൊക്കെ കാക്കയായിട്ട് ജീവിക്കുന്ന പറയാം. അപ്പൊ എന്റെ കറിയാച്ചനും കാക്കയായിട്ട് തന്നെ ഉണ്ടാവും. അച്ഛമ്മേ ഈ വയസ്സിലും പ്രണയത്തിനെ കുറിച്ച് ആലോചിക്കണ്ട. കറിയാച്ചൻ വന്ന് എന്നെ ബുള്ളറ്റിന്റെ പിറകെ കയറ്റി കൊണ്ടുപോകുമ്പോ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. എവിടെ ഒരു അമ്മമ്മടുത്ത് പറയാൻ പറ്റിയ കാര്യമാണ്.